നമ്മുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ കടന്നു വരുന്നത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും എന്ന് പറയാറില്ലേ? അതുപോലെ തന്നെയാണ് കേട്ടോ ചില തിരിച്ചറിവുകളും. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ വളരെയധികം വിഷമിച്ച്, ശരിക്കും നല്ലോണം വിഷമിച്ച് കരഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ എൻ്റെ മദർ ഇൻ ലോ എന്നെ വിളിച്ചു. വളരെ സ്വാഭാവികമായി വിശേഷങ്ങളൊക്കെ തിരക്കാൻ വിളിക്കുന്ന പോലെയല്ല, വിളിച്ചതാണ് പുള്ളിക്കാരി. അപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തു, ഹലോ എന്ന് പറഞ്ഞു. ആ ഹലോ എന്ന് പറഞ്ഞ ആ മൊമെൻറ്റിൽ തന്നെ പുള്ളി എന്നോട് ചോദിച്ചു, എന്ത് പറ്റി, വയ്യേ, സൗണ്ടൊക്കെ മാറിയിരിക്കുന്നു എന്ന്. എനിക്ക് ശരിക്കും പൊട്ടിക്കരയാനാണ് ആ നിമിഷം തോന്നിയത് കേട്ടോ. കാരണം എൻ്റെ സൗണ്ടൊന്ന് മാറിയപ്പോൾ തന്നെ പുള്ളിക്കാരത്തി ചോദിച്ചു എന്നോട്, എന്തു പറ്റി, വയ്യേ, വയ്യാതിരിക്കുകയാണെന്ന്. ആ ഒരു കരുതൽ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ എല്ലായിടത്തുനിന്നും കിട്ടിയെന്ന് വരില്ല അല്ലേ? ചിലർ മനഃപൂർവ്വം നമ്മളിങ്ങനെ എത്ര വിഷമിച്ചിരിക്കാനും എന്താണ് എന്ന് ചോദിക്കില്ല. ചില രക്തബന്ധങ്ങൾ പോലും അങ്ങനെ ഇല്ലാത്ത ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തോന്നിയൊരു നിമിഷമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളൊരു പെൺകുട്ടിയെ നമ്മുടെ വീട്ടുകാർ വളർത്തിയിരിക്കുന്നത് പല കുറ്റങ്ങളും അല്ലെങ്കിൽ പല പോസിറ്റീവ്സും ഒക്കെ കൊണ്ടായിരിക്കും, അവരുടെ രീതിക്കായിരിക്കും അവർ വളർത്തിയിട്ടുണ്ടാവുക. ആ ഒരു വ്യക്തിയെ വേറൊരു വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതേ വ്യക്തിയായിട്ട് തന്നെ അംഗീകരിക്കാൻ ആ വീട്ടുകാർക്ക് പറ്റണമല്ലേ? അപ്പോഴല്ലേ നമ്മളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വരുള്ളൂ. എനിക്കപ്പോൾ കിട്ടിയിട്ടില്ല, എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും എൻ്റെ പൊട്ടത്തരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലും ഒക്കെ അതേപോലെ അംഗീകരിക്കുന്ന ഒരു ചുറ്റിലും ഒരാൾ നമുക്ക് വേണം. ഇപ്പോൾ ഭർത്താവായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഇൻലോസ് ആയിക്കോട്ടെ, ആരാണെങ്കിലും അങ്ങനെ നമുക്കൊരാളുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമായിരിക്കും കേട്ടോ തരിക. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഭയങ്കര എപ്പോഴും നമ്മളെ കൂടെ തന്നെ നിൽക്കുന്ന ആൾക്കാരെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ പ്രശ്നങ്ങൾ മാത്രമുള്ള വീടുകളൊന്നും ഈ ലോകത്ത് ഏതും ഉണ്ടാവില്ല. അവർക്കും അവരുടേതായിട്ടുള്ള ഹാപ്പിനെസ് ഇടയ്ക്കിടയ്ക്ക് വന്നു പോവും, അതുപോലെ തന്നെ വിഷമങ്ങളും വന്നു പോവും. നമ്മൾ ഒരു വീടെന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങളാണ് വീടുകളിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ അത് വിരസമായി പോകുമല്ലോ അല്ലേ? പക്ഷേ അവിടെ സന്തോഷത്തിൻ്റെ അളവ് എത്രമാത്രം വേണമെന്ന് തീരുമാനിക്കുന്നത് ഓരോ മനുഷ്യരുമാണ്, അവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യരുമാണ്. നമുക്കൊരാളോട് എന്നും വെറുപ്പും അയാൾ കാണിക്കുന്നതിനോട് മുഴുവൻ ദേഷ്യമൊക്കെ ആണെങ്കിൽ ആ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ ആർക്കും ജീവിക്കാൻ പറ്റാത്ത ഭയങ്കര വൃത്തികെട്ട ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതേസമയം നമുക്ക് അവരോട് ആത്മാർത്ഥമായി തന്നെ വളരെ സ്നേഹവും കരുതലും ഒക്കെ ആണെങ്കിൽ നമുക്കവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ള ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവും സന്തോഷവും ഉള്ളതാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, വേറൊരു കൂട്ടരുണ്ട്, നമ്മളൊന്നും എത്രത്തോളം അങ്ങോട്ടൊരു കരുതലോ സ്നേഹമോ ഒക്കെ കൊടുത്താലും ഇങ്ങോട്ടേക്ക് ഫുള്ള് വെറുപ്പും ദേഷ്യം എന്ന് പറയുന്നത് മാത്രം തരുന്ന ആൾക്കാർ. അവരോട് ഞാൻ ഈ പറഞ്ഞ സിദ്ധാന്തം നടക്കില്ല. അവരോട് നടക്കുന്നത് ഏറ്റവും നല്ല ഒരു ആയുധം എന്ന് പറയുന്നത് മൗനമാണ്. പ്രതികരിക്കാതിരിക്കുക, ചിരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ രീതികൾ, നമ്മുടെ വഴികൾ, നമ്മുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കുക. അവരോട് നമ്മൾ തിരിച്ച് പ്രതികരിക്കുക, വഴക്കുണ്ടാക്കുക. ഈ വഴക്കുണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ എനർജി ലോസ് ആവുന്നൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും സ്വീകരിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള ആൾക്കാരോടുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് നമ്മുടെ മൗനവും നമ്മുടെ സന്തോഷം മാത്രമാണ്. അപ്പോൾ ഏത് ജീവിതത്തിൽ നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒക്കെ ഹാപ്പിനെസ് ഉണ്ടാവും. ഷുവറാണ്, ഒന്ന് ട്രൈ ചെയ്യണേ.